നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ഇനി കുടുംബത്തിന് മുഴുവൻ പുത്തനെടുപ്പ് വാങ്ങാം. കുടുംബ ബഡ്ജറ്റിൽ കവിയാതെ തന്നെ. കോട്ടയം തലയോലപ്പറമ്പ് സെന്റ് ജോർജ് ദേവാലയത്തിലെ മോഷണം. ട്രസ്റ്റിമാരുടെ ഓഫീസ് തകർത്ത് 2 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതി വടക്കാഞ്ചേരിയിൽ പിടിയിൽ. കുപ്രസിദ്ധ ആരാധനാലയ മോഷ്ടാവ് അടിമാലി 200 ഏക്കർ സ്വദേശി പത്മനാഭനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കെണിയിൽ കുടുങ്ങിയത്. 66-കാരനെ പിടികൂടിയത് വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് ഫൊറോന ദേവാലയം കൊള്ളയടിക്കാനെത്തിയപ്പോൾ. കൊലപാതക കേസിലെ പ്രതി 84 മോഷണ കേസുകളിലും ഉൾപ്പെട്ട ക്രിമിനൽ. ജയിൽ ശിക്ഷ അനുഭവിച്ചത് 20 വർഷം. പിടികൂടിയത് വടക്കാഞ്ചേരി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് തരകനും നാട്ടുകാരും ഉൾപ്പെടെയുള്ള സംഘം ഉറക്കമൊഴിച്ചിരുന്നു. വടക്കാഞ്ചേരിയിൽ CPIക്ക് ഞെട്ടൽ, കനത്ത തിരിച്ചടി. മുൻ ലോക്കൽ സെക്രട്ടറിയും AIYF ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന KA മഹേഷ് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. പാർട്ടി നയങ്ങൾ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതല്ലെന്നും പാർട്ടിക്ക് പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും മഹേഷ്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മഹേഷിന് അംഗത്വം നൽകി. കൊടുംചൂടിൽ വെന്തുരുകി കേരളം. മഞ്ഞ ജാഗ്രതയിൽ സംസ്ഥാനത്തിന്റെ ജില്ലകൾ. പാലക്കാട് സൂര്യാഘാതമേറ്റ് 2 കന്നുകാലികൾ ചത്തു. വടക്കഞ്ചേരി, കണ്ണമ്പ്ര എന്നിവിടങ്ങളിലാണ് കന്നുകാലികൾ ചത്തത്. പൊരിവെയിലിൽ ദാഹിച്ചു വലയുന്നവർക്കായി സ്നേഹക്കരുതലൊരുക്കി അത്താണി നഗരഹൃദയത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ദാഹജല വിതരണത്തിന് നീക്കിവെക്കുന്നത് പ്രതിമാസം ആയിരങ്ങൾ. മീറ്റർ ചാർജിലൊതുങ്ങാത്ത നന്മയ്ക്ക് നാടിന്റെ കയ്യടി. ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നും ഒരാളെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കേരള കെയർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള ജില്ലാ പുരസ്കാരമാണ്. അത് പബ്ലിക് തൃശൂർ എന്ന ഓൺലൈൻ പോർട്ടലിലെ ശിവപ്രസാദ് പട്ടാമ്പിക്കാണ്. വാർത്ത ഇന്ധനവില പ്രശ്നമല്ല എന്നുള്ള ഒരു വാർത്തയെ കുറിച്ചിട്ടുള്ള ഇതിനാണ് നമ്മൾ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചാലക്കുടി പ്രസ് ഫോറം ജില്ലയിലെ മികച്ച മാധ്യമ പ്രവർത്തകർക്ക് നൽകുന്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കെയർ കേരള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഓൺലൈൻ ദൃശ്യ മാധ്യമ പുരസ്കാരം വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് അംഗം ശിവപ്രസാദ് പട്ടാമ്പിക്ക്. മിണാലൂർ തിരുത്തിപ്പറമ്പിലെ യന്ത്രവൽകൃത ഞാറ്റടി കൃഷി സ്റ്റോറി പുരസ്കാരത്തിന് കരുത്ത്. ശിവപ്രസാദിനെ പ്രസ് ഫോറത്തിന്റെ അംഗീകാരം തേടിയെത്തുന്നത് ഇത് 2ാം തവണ. 15 വൈകിട്ട് 4 ചാലക്കുടി SN ഹാളിൽ വെച്ച് മന്ത്രി R ബിന്ദു പുരസ്കാരം കൈമാറും. സംസ്ഥാനത്തെ ഓട്ടോറിക്ഷകൾ മീറ്റർ ഇടാതെ ഓടിയാൽ യാത്ര സൗജന്യമാണെന്ന സ്റ്റിക്കർ പതിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്മാറിയതിൽ ആഹ്ലാദവുമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ. സർക്കാരിന്റെ പിന്നോട്ടുപോക്ക് വലിയ പ്രക്ഷോഭത്തിനൊടുവിൽ. വീണയൻ ന്യൂസ് ജനമനം ചർച്ച ചെയ്യുന്നു. സർക്കാർ പ്രഖ്യാപനത്തിലെ വലിയ ദ്രോഹം. ലോക ഗ്ലോക്കോമ വാരാചരണം. മുളങ്കുന്നത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കാഴ്ചശക്തിയെ തന്നെ ഇല്ലാതാക്കുന്ന രോഗത്തിനെതിരെ വലിയ പോരാട്ടം. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പരിശോധന ക്യാമ്പയിന് തുടക്കം. OP ടിക്കറ്റ് എടുക്കാതെ പരിശോധന ഉറപ്പാക്കാൻ അവസരം. അവണൂർ പഞ്ചായത്തിലെ ജനങ്ങൾക്കായി നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒന്നിക്കുക, ഗ്ലോക്കോമാരഹിത ലോകത്തിനായി സന്ദേശം. പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി കഴക ജീവനക്കാരൻ ബാലു. തസ്തികയിലേക്ക് ഇനി ഇല്ലെന്ന് പ്രഖ്യാപനം. ക്ഷേത്രത്തിന് ദോഷം വരുത്തുന്ന ഒന്നിനുമില്ല. കഴക ജോലിയല്ലാതെ മറ്റൊന്നും നൽകാനാകില്ലെന്ന് ദേവസ്വം. ജാതി വിവേചന ആരോപണത്തിൽ പ്രതികരണവുമായി തന്ത്രി പ്രതിനിധി രംഗത്ത്. ക്ഷേത്ര വിശ്വാസികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള നീചമായ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് നെടുമ്പിള്ളി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട്. Mahatma Gandhi National Employment Guarantee Scheme was conceived with the intention of
uplifting the standard of living of the people in rural area. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ നൽകാനുള്ളത് 439 കോടി രൂപയുടെ കുടിശ്ശികയെന്ന് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ. കേരളത്തെ കേന്ദ്രം നിരന്തരം അവഗണിക്കുകയാണെന്ന് ആരോപണം. കഴിഞ്ഞ ബജറ്റുകളിലൊന്നും പദ്ധതിക്കായി തുക മാറ്റിവെക്കാത്തതിൽ പ്രതിഷേധം. കുടിശ്ശിക നൽകുന്നതിന് വ്യക്തമായ മറുപടി വേണമെന്നും MP ലോക്സഭയിൽ. തെരുവുനായയുടെ ജീവനും ഏറെ വിലപ്പെട്ടതാണെന്ന് ബസ് ഡ്രൈവർ. ജീവൻ നഷ്ടപ്പെട്ടാൽ അന്ത്യകർമ്മങ്ങൾ അന്തസ്സോടെ നടത്തണമെന്നും സന്ദേശം. ബസ്സിടിച്ച് ചത്ത തെരുവുനായെ വഴിയിൽ തള്ളാതെ പാതയോരത്ത് സംസ്കരിച്ച് തെക്കുംകര മേപ്പാടം സ്വദേശി ബിജിത്ത്. കുന്നുംകുളം വിരോലിപ്പാടം റൂട്ടിലോടുന്ന ജോഷിമോൻ ബസ്സിലെ ഡ്രൈവർക്ക് കൈയടിച്ച് സമൂഹം. കരിമത്രയിൽ വെച്ചാണ് ബസ് നായയെ ഇടിച്ചത്. യാത്രക്കാരുമായി പോയിരുന്ന ബസ് നിരത്തിൽ നിർത്തിയിട്ടായിരുന്നു സംസ്കാരം.